ഇന്ന് നമുക്ക് ഒരു ഷർട്ട് കോളർ കുർത്തിക്ക് എങ്ങനെയാണ് കോളർ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ കോളർ വന്നിട്ട് 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ അതിനോടൊരു 4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ഒരു 20 ഇഞ്ചിൽ ഒരു തുണി എടുത്തിട്ടുണ്ട്, ഒരു തുണി കഷ്ണം എടുത്തിട്ടുണ്ട്. 4 ഇഞ്ചാണ് അതിൻ്റെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നടു മടക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ കോളറിൻ്റെ അളവെന്ന് പറയുന്നത് 16 ഇഞ്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഹാഫ് 8 ഇഞ്ച് എടുക്കാം. 8 ഇഞ്ച് എടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പായിട്ട് നമ്മളൊരു 1/2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. 1/2 ഇഞ്ച് ചേർത്ത് മാർക്ക് ചെയ്തു. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തോടത്തിൽ നിന്ന് മുകളിലേക്ക് നമ്മളിങ്ങനെ ഒന്ന് കോണായിട്ട് വരച്ചു കൊടുക്കുക. ഒന്ന് കോണായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തതിൻ്റെ ഹാഫ് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ 8 മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഹാഫ് ഒരു 4.25 ഇഞ്ച്. ആ 4.25 ഇഞ്ചും നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളർ ഒന്ന് കർവ് ചെയ്തിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുകയാണ്. അവിടുന്ന് ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് വെറുതെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ജസ്റ്റ് ആ കോളറിൻ്റെ ആ കർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടും കൊടുക്കുക. അതും നമ്മുടെ കോളർ കണ്ടിട്ടില്ലേ, ഒരു ചെറിയൊരു കർവ് രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് അത് ഒരു പെൻസിൽ വെച്ച് വെറുതെ മാർക്ക് ചെയ്ത് ഒരു ഷേപ്പ് കൊടുക്കുക അതിന്. അതും നമ്മളങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ശേഷം അത് കട്ട് ചെയ്തു. ഇത് 2 പീസാണ് ഇട്ടിട്ടുള്ളത്. നമുക്കിത് മറിച്ച് എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് 2 പീസായിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്തേ. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് പീസ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് ഇത് അടിച്ചെടുക്കുകയാണ്. ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കുമ്പോൾ ആ സ്റ്റിച്ച് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി കോളർ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഈ മൂലഭാഗം നമ്മളിങ്ങനെ നേരെ കട്ട് ചെയ്ത് കളയുക. 2 സൈഡും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നു. പിന്നെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് നമ്മുടെ ആ കോളർ മറിച്ച് നമ്മൾ അടിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഇവിടെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളിത് മറിക്കുമ്പോൾ ഇവിടുത്തെ സ്റ്റിച്ച് അഴിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഡബിൾ സ്റ്റിച്ച് ഇടാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഇതിങ്ങനെ തിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ഇതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം നല്ല പോയിൻ്റ് ചെയ്തെടുക്കാം. ഞാനതിനു വേണ്ടി ഈ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടാണത് തിരിച്ചെടുക്കുന്നത്. ഇതാണ് നമ്മുടെ കോളർ. അപ്പോൾ ഈ കോളർ നമ്മൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാകും. ഇതിനി തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. ആദ്യം പറഞ്ഞ ആ 8 ഇഞ്ച് തന്നെ കോളർ വന്നിട്ടുണ്ടാവും. കറക്റ്റ് ആ 8 ഇഞ്ച് നമുക്ക് കോളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ഒരു കട്ട് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് അതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ ഇനി നമ്മുടെ കുർത്തി എടുക്കുക. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ കോളർ വെക്കുന്നത്
നമ്മൾ ഈ പട്ട ഒഴിവാക്കിയിട്ടാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പട്ട ഭാഗം വിട്ടിട്ട് നമുക്ക് വരുന്നത് 8 ഇഞ്ചാണ്, 16 ഇഞ്ചാണ് മൊത്തം കോളർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്നിങ്ങനെ ഒരു നോച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ നോച്ചിട്ട ഭാഗവും ഇതും തമ്മിൽ സ്റ്റിച്ച് ചെയ്യാം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കോളർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളിൽ അടിച്ചിരിക്കുന്ന ഈ അടുപ്പുണ്ടല്ലോ, അതിപ്പോഴും ഈ ബാക്ക് ഭാഗത്തേക്ക് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ആ കോളർ ഇവിടെ ചുളുക്കൊന്നുമില്ലാണ്ട് നല്ല വൃത്തിയായിട്ട് നിൽക്കും. ഇത് ആരും ശ്രദ്ധിക്കാറില്ല, ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് പോകും, അപ്പോൾ ഇവിടെ അടിച്ചേക്കുന്നത് തിരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കോളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്കത് വന്നിട്ടുണ്ട്. നമ്മൾ ഹാഫ് ഇട്ട ഭാഗങ്ങൾ ഇത് ചേർത്ത് വെച്ച് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ നിൽക്കുന്ന ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോളർ കഴിഞ്ഞു. ഒരു അതിന് വേണ്ടിയിട്ടൊരു 2 ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമ്മൾ ഇങ്ങനെ പകുതിയായിട്ട് മടക്കുകയാണ്. എന്നിട്ട് ദേ ഈ ഭാഗത്ത് ഒരു ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലേക്ക് വിടുത്തക്ക വിധം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മളിതിങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ അറ്റം വരെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇങ്ങോട്ട് മറയ്ക്കുക. ഇങ്ങോട്ട് മറച്ചെടുത്തിട്ട് ഇത് ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് തയ്ക്കുക. ഇതിൻ്റെ അളവ് ഒരിക്കലും കൂടരുത്, 2 ഇഞ്ച് കൂടുതൽ എടുക്കരുത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കും. അപ്പോൾ മോൾ ഭാഗം ചുളിയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 2 ഇഞ്ചിൽ കൂടുതൽ എടുക്കരുത്. എന്നിട്ട് ഇതെങ്ങനെ വെച്ച് നമുക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കോളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇപ്പം നമ്മുടെ കോളർ നല്ല കർവിൽ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്റ്റിച്ച് സ്റ്റിച്ചൊന്നും ചുളുങ്ങാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.